അത് വർദ്ധിക്കുകയാണ് ചെയ്തത്. 2026 79.64% വർദ്ധിച്ചു. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം തൃക്കരിപ്പൂർ സിമ്പിൾ ആയിട്ട് 5000 വോട്ടിന് വിജയിച്ച് കയറാം എന്നുള്ളതാണ് പ്രതീക്ഷ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ തൃക്കരിപ്പൂർ കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് അത് LDFന്റെ പ്രത്യേകിച്ച് CPMന്റെ ഉറച്ച കോട്ടയാണ്. ഇ കെ നയനാരൊക്കെ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ഇത്തവണ നാട്ടുകാരനായിട്ടുള്ള VPP മുസ്തഫയാണ് അവിടെ LDFന് വേണ്ടിയിട്ട് മുസ്തഫ ഒന്ന് വേർത്തിട്ടുണ്ട്. കാരണം ഈ തൃക്കരിപ്പൂർ എന്ന് പറയുന്നത് LDFന്റെ ഉറച്ച കോട്ടയാണ്. LDFന്റെ കൂടെ തന്നെ നിൽക്കും. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചുവപ്പ് മണ്ണ് തന്നെയാണ് അവിടെ. അപ്പോൾ ഈ പ്രാവശ്യം VP മുസ്തഫ ഒന്ന് വേർത്തിട്ടുണ്ട്, ഒന്ന് പേടിച്ചിട്ടുണ്ട്, ഒന്ന് നെഞ്ചടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അവസാന നിമിഷം വരെ ഒരു ആകാംക്ഷ തൃക്കരിപ്പൂരിലുണ്ടാകും. നമുക്ക് മഞ്ചേശ്വരം വളരെ പെട്ടെന്ന് നോക്കാം റോജി. കാരണം മഞ്ചേശ്വരം ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. 4ാം തവണയും കെ സുരേന്ദ്രൻ അവിടെ BJPക്ക് വേണ്ടി നിൽക്കുന്നു. കഴിഞ്ഞ തവണ 3 അക്കത്തിനാണ് ആ മണ്ഡലം കെ സുരേന്ദ്രൻ നഷ്ടപ്പെട്ടത്. 2016 എനിക്ക് തോന്നുന്നു 89 വോട്ടുകൾക്ക് കെ സുരേന്ദ്രന് മഞ്ചേശ്വരം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഒരു ത്രികോണ പോരാട്ടം അവിടെ UDF വേഴ്സസ് NDA അവിടെ കൃത്യമായിട്ടും അവിടെ സംഭവിക്കുന്നുണ്ട്. ഇത്തവണ കെ സുരേന്ദ്രന് ഇത്തവണ മഞ്ചേശ്വരം തിരിച്ചുപിടിക്കാൻ സാധിക്കുമോ എന്ന രാഷ്ട്രീയ ചോദ്യമാണ് അന്തരീക്ഷത്തിൽ ഉയരുന്നത്. ഓർക്കുക, മഞ്ചേശ്വരത്തെ ആ ഒരു കൗണ്ടിംഗ് ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം എണ്ണുന്നത് മഞ്ചേശ്വരം മേഖലയാണ്. മഞ്ചേശ്വരം ആ ഒരു പഞ്ചായത്ത് മേഖലയാണ്. അവിടെ UDFന്റെ കൃത്യമായിട്ടുള്ള ഒരു ആധിപത്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം 2ാം ഘട്ടം ഓർക്കാടി പഞ്ചായത്ത് എണ്ണി തുടങ്ങും. കഴിഞ്ഞ തവണ BJPക്ക് മുന്നേറ്റം ലഭിച്ച ഈ മേഖലയിൽ ഇത്തവണ UDF വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. ആദ്യം 3 റൗണ്ടുകൾ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് അത് UDF അവിടെ തന്നെ കൃത്യമായിട്ട് ലീഡ് ചെയ്യും. അവിടെ ഏതെങ്കിലും തരത്തിൽ NDAക്ക് ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോ ഇത്തവണ മഞ്ചേശ്വരം അത് NDAക്ക് തന്നെയാണ്. 3ാം ഘട്ടം മംഗൽപാടി പഞ്ചായത്തിലേക്ക് വരുന്നു. 8ാം റൗണ്ട് മുതലാണ് ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ്. അതായത് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് അവിടേക്ക് പോകുന്ന പൈവിളിക, എൻമകജെ എന്ന് തുടങ്ങിയ പഞ്ചായത്തുകൾ അവിടെയൊക്കെ വളരെയധികം ഭൂരിപക്ഷം NDA പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ചേശ്വരം എന്ന് പറയുന്നത് അന്തിമഘട്ടം വരെ ഏറ്റവും ലാസ്റ്റ് റൗണ്ട് വരെ ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ നടക്കാൻ തീർച്ചയായിട്ടും. 2021 കണക്കെടുക്കുകയാണെങ്കിൽ 745 വോട്ട് മാത്രമായി, അതായത് വെറും നിസ്സാര വോട്ടുകൾ മാത്രമാണ്. ശരി, 2016 വരെ ആണെങ്കിൽ 89 വോട്ടുകൾ. ആ വോട്ടുകൾ മറികടക്കാൻ ഈ പ്രാവശ്യം കഴിയുമോ എന്നുള്ളത് വലിയൊരു ആകാംക്ഷ തന്നെയാണ്. അതായത് ഒരു A ക്ലാസ് സീറ്റ് തന്നെയായി മാറിയാണ് NDAയുടെ A ക്ലാസ് സീറ്റ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വിജയം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയുണ്ട്. അതിനുവേണ്ടി ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ത്രികോണ മത്സരം തന്നെ. അന്തിമഘട്ടം നോക്കുക. നമ്മൾ മഞ്ചേശ്വരത്തെ ആ ഒരു കൗണ്ടിംഗ് ആരംഭിക്കുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ റൗണ്ടുകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നതെന്ന് നമ്മൾ പറയുന്നത്. ആദ്യഘട്ടത്തിൽ തീർച്ചയായിട്ടും അത് UDFന് തന്നെയായിരിക്കും ലീഡ്. ആ ഘട്ടത്തിൽ NDAക്ക് ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോ ഇത്തവണ മഞ്ചേശ്വരം NDAക്ക് തന്നെയായിരിക്കും. ഏകദേശം ഒരു 8 റൗണ്ട് പിന്നിടുമ്പോൾ NDAയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക്, അവരുടെ പഞ്ചായത്തുകളിലേക്ക് വോട്ടെണ്ണൽ പുരോഗമിക്കും. പക്ഷേ അവസാനത്തെ റൗണ്ടുകളാണ് വളരെയധികം നിർണായകമായിരിക്കുന്നത്. അവസാനത്തെ റൗണ്ടുകളിൽ UDFന് മേധാവിത്വമുള്ള കുമ്പളയിലേക്കും ഒപ്പം തന്നെ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പുത്തുകയിലേക്കും ആ എണ്ണൽ പുരോഗമിക്കുമ്പോൾ അവസാനത്തെ ബൂത്ത് വരെ ശക്തമായിട്ടുള്ള ഒരു ആകാംക്ഷ മഞ്ചേശ്വരം നിലനിർത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെ മഞ്ചേശ്വരത്ത് നിലനിൽക്കുന്നു. നമുക്ക് വളരെ പെട്ടെന്ന് അടുത്ത ജില്ല കണ്ണൂർ അല്ലെ, കണ്ണൂരിലേക്ക് പോകാം. കണ്ണൂർ നമുക്കറിയാം, കണ്ണൂർ 11 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 9 എണ്ണം LDF, 2 എണ്ണം UDF. ഇരിക്കൂർ പേരാവൂർ വിത്ത് UDF, 9 എണ്ണം ഇത്തവണ LDFനൊപ്പം. ഇത്തവണ കണ്ണൂരിനെ വ്യത്യസ്തമാക്കുന്നത് തളിപ്പറമ്പും പയ്യന്നൂരും. അതെ, പയ്യന്നൂരാണ്. പയ്യന്നൂരിന് ഏറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPMൽ നിന്ന് ചില കാര്യങ്ങൾ കൊണ്ട്, ചില പ്രശ്നങ്ങൾ കൊണ്ട്, പ്രതിസന്ധികൾ കൊണ്ടൊക്കെ തിരിച്ചിറങ്ങി പോകുന്ന കുഞ്ഞികൃഷ്ണനാണ്. കുഞ്ഞികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് പയ്യന്നൂരിനെ തികച്ചും ഒരു വ്യത്യസ്ത തലങ്ങളിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. അത് 140 മണ്ഡലങ്ങളിൽ ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു മണ്ഡലമായി മാറുകയാണ്. പിന്നെ അവിടെ നടന്ന നിരവധി അക്രമ സംഭവങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ CPMനെ സംബന്ധിച്ചോളം ഈ അക്രമങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു അക്രമ സംഭവങ്ങളല്ല. കാരണം ഇന്ന് എന്ന് പറയുന്നത് 4-ാം തീയതിയാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. TP ചന്ദ്രശേഖരന്റെ ഓർമ്മദിനം കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ CPM കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വലിയ മ്ലാനതയുണ്ട് ഈ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. കാരണം കണ്ണൂരിലും ഈ CP ചന്ദ്രശേഖരന്റെ മരണം ഒരുപാട് ആഘാതങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ നേതാക്കന്മാരിലെല്ലാം തന്നെ വളരെ ഭീതി ഉണ്ടാക്കിയ ഒന്ന് തന്നെയായിരുന്നു ഈ TPയുടെ മരണം എന്ന് പറയുന്നത്. ആ വാർഷികമാണ് ഇന്ന്. അപ്പോൾ അധികം വലിയ അക്രമ സംഭവങ്ങളിലേക്കൊന്നും പോകില്ല എന്ന കാര്യം